സാധാരണ നമ്മൾ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയോ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ 1/4 ഭാഗം പോലും തികച്ച് കേണൽ എക്സ്ട്രാക്ട് ആവശ്യമില്ല എന്നതാണ് കാര്യം. ഒരു പച്ചക്കറി ചെടിക്ക് 5 മുതൽ 10 ഗ്രാം വരെ കൊടുത്താൽ മതി. പൂച്ചെടികൾക്കും അങ്ങനെ തന്നെയാണ്. ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100 ഗ്രാം പിണ്ണാക്ക് കൊടുക്കുന്നിടത്ത് 25 മുതൽ 30 ഗ്രാം വരെ കേണൽ എക്സ്ട്രാക്ട് കൊടുത്താൽ മതി. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കേണൽ എക്സ്ട്രാക്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി കേണൽ എക്സ്ട്രാക്ട് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള കീടനാശിനികൾ തയ്യാറാക്കാം. ജൈവ കീടനാശിനികൾ തന്നെയാണ് ഈ തയ്യാറാക്കുന്നത്. അത്രയും നമുക്ക് ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളുടെ സാന്നിധ്യം കുറക്കാനായിട്ട് വേപ്പെണ്ണ ഉപയോഗിക്കുന്നതിന് ബദലായിട്ടോ വേപ്പിൻ കുരു ഉപയോഗിക്കുന്നതിന് ബദലായിട്ടോ കേണൽ എക്സ്ട്രാക്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ സമയം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ തെളി ഊറ്റിയെടുത്ത് അതിലേക്ക് ഒരല്പം ഡിഷ് വാഷ് ചേർത്ത് സ്പ്രേ ചെയ്താലും നമുക്ക് വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്നതിന് തുല്യമായ റിസൾട്ട് കിട്ടും എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എല്ലാത്തിനും വലിയൊരു ഘടകമാണ് എന്ന് ഓർക്കും.